നമസ്കാരം, ഞാൻ കമലാംബിക. ശ്രേഷ്ഠം മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നോക്കിയത് ഉച്ചാരണങ്ങളാണല്ലോ. ഉച്ചാരണത്തിൽ തന്നെ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളുടെയും ഉച്ചാരണവും അവ ഉണ്ടാകുന്നതായുള്ള ആ ശബ്ദ വ്യതിയാനങ്ങൾക്കനുസരിച്ച് അവ ഉണ്ടാകുന്നതായുള്ള സ്ഥാനങ്ങളും ആ സ്ഥാനങ്ങൾക്കനുസരിച്ചുള്ള പേരുകളുമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നോക്കിയിരുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വ്യഞ്ജനാക്ഷരങ്ങളിൽ ക തൊട്ടിട്ട് മ വരെയുള്ള അക്ഷരങ്ങളുടെ ഉച്ചാരണ വ്യത്യാസം എങ്ങനെയാണ്, അതെങ്ങനെയാണ് ഉച്ചരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ക ച ട ത പ ഇതിൽ തന്നെ ക ച ട എന്നുള്ളത് പലപ്പോഴും ഡ എന്നാണ് ഉച്ചരിക്കപ്പെടുന്നത്. ഇങ്ങനെ ചില ഉച്ചാരണ വ്യത്യാസങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ദ, ദീപം, രാധ രണ്ടും ഒരേപോലെയാണ് നമ്മൾ പറയുക. കഥ, മുഖം, നഖം, ഇങ്ങനെ ഉച്ചരിക്കാൻ സ്ട്രെസ് ചെയ്യേണ്ട അവിടെ, അല്ലെങ്കിൽ ശക്തി കൊടുക്കേണ്ട അവിടെ ശക്തി കൊടുക്കാതെയൊക്കെ ഉച്ചരിക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് എഴുതുമ്പോഴും ഇതിന് തെറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്, ഉച്ചാരണം അനുസരിച്ച് എങ്ങനെയാണ് എഴുതേണ്ടത്, അതായത് ഏത് അക്ഷരത്തിന് ഏത് ഉച്ചാരണമാണ് എന്ന് കുട്ടികൾ മനസ്സിലാക്കിയാലേ തെറ്റില്ലാതെ എഴുതാൻ പറ്റും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ക ച ട ത പ ഇത് ഖരാക്ഷരങ്ങളാണ്. കാരണം അത് പറയുമ്പോൾ തന്നെ നമുക്കൊരു പരപരപ്പുണ്ടല്ലേ, അപ്പോൾ അതിനെ ഖരാക്ഷരങ്ങൾ എന്ന് പറയുന്നു. ഇനി ഈ ഖരാക്ഷരങ്ങളോട് കൂടെ നമ്മൾ ഒന്ന് ശക്തി കൊടുത്ത് അതോടൊപ്പം തന്നെ ഒരു ഹകാരം ചേർത്തി പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ ക ഹ ചേർക്കുകയാണ് ഞാൻ, അതിനോടൊപ്പം തന്നെ കായ്ക്ക് ഞാനൊരു ശക്തി കൊടുക്കുന്നുണ്ട്. ഖ ഖ ഇതാണ് അടുത്ത ഖ ആണ് അടുത്ത അക്ഷരം, അതായത് അധികരം. ഇത് ഖരമാണെങ്കിൽ ഇതിനേക്കാട്ടിലും ശക്തിയോടുകൂടി ഉച്ചരിക്കുന്ന അടുത്ത അക്ഷര കൂട്ടങ്ങളെ നമ്മൾ അധികരങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പൊ അധികരങ്ങളിൽ ഖ ഖ ആണ് പറയാം, ക ഖ. ഇനി അടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ അതിന് ശക്തി കൊടുത്തിട്ടാണ് നമ്മൾ ഖ പറഞ്ഞത്, അത് അധികരം. ഇനി അത് കഴിഞ്ഞാലുള്ളത് ഗ. ഗ എന്ന് പറയുമ്പോൾ അതിനൊരു ജീവനില്ലാത്തതുപോലെ വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ മൃദുവായിട്ട് പറയുന്നതുകൊണ്ട് ഈ അക്ഷരക്കൂട്ടങ്ങളെ മൃദുക്കൾ എന്ന് പറയുന്നു. അപ്പോൾ ക ഖ ഗ ഗ. അപ്പോൾ ഗ എന്നുള്ളത് വളരെ മൃദുവായി ഉച്ചരിക്കുന്നു. ഇനി ഈ മൃദുവിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ഒന്ന് സ്ട്രെസ് ചെയ്തിട്ട് ഒന്ന് ശക്തിയാക്കിയിട്ട് അതിനോടൊപ്പം തന്നെ ഹകാരവും കൂടെ ചേർക്കുക. അങ്ങനെ വരുന്നതാണ് അടുത്ത അക്ഷരത്തിന്റെ ഉച്ചാരണം. അപ്പം മൃദുവിനോടൊപ്പം ഹകാരം ചേർത്ത് ശക്തമായിട്ട് ഉച്ചരിക്കുന്ന ഖ. ഖ ഒരു ഘോഷത്തോടെ വരുന്നതുകൊണ്ട് നമ്മൾ അതിനെ ഘോഷങ്ങൾ എന്ന് പറയുന്നു പറഞ്ഞു അല്ലേ. അപ്പൊ ക ഖ ഗ ഖ. അപ്പൊ ഖ എന്നുള്ളതിന്റെ മുഴുവൻ അക്ഷരക്കൂട്ടങ്ങളും ഘോഷത്തിൽ വരും. ഇനി അടുത്തത് ങ. ങ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് മൂക്കൊണ്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ മൂക്കിൻ്റെ സഹായത്തോടു കൂടെ പറയുന്നത് കൊണ്ട് അതിനെ അനുനാസികങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ ഈ അനുനാസികങ്ങളിൽ ങ, ഞ, ണ, ന, മ ഇതൊന്നും മൂക്ക് ഇല്ലാതെ മൂക്ക് അടച്ചു പിടിച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അത് അങ്ങനെ പറയുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ക ഖ ഗ ഘ ങ. ഇനി അടുത്തത് വരുമ്പോൾ ക കഴിഞ്ഞ ച ആണ്, ഛ ഛ ജ ഛ ഞ. ഇനി അടുത്തത് ട ആണ്, ട ഠ ഡ ഠ ണ. ത ഥ ദ ഥ ന. പ ഫ ബ ഫ മ. ഇങ്ങനെയാണ് വരുന്നത്. അതായത് ഖരത്തോടൊപ്പം ശക്തി കൊടുത്ത് ഹകാരം ചേർത്ത് അധികരവും, മൃദുവിനോടൊപ്പം ശക്തി കൊടുത്ത് ഹകാരം ചേർത്ത് ഘോഷവും ഉണ്ടാവുന്നു. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് അവരെ അങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്. സാധാരണയായിട്ട് കാക്ക ഗംഗ ചാച്ച ചഞ്ചഞ്ഞ എന്നാണ് കേട്ടിരിക്കുന്നത്. അപ്പം അതിന് പകരം ഇതിൻ്റെ ഉച്ചാരണ വ്യത്യാസത്തോടുകൂടെ കുട്ടികളെ പഠിപ്പിക്കുകയാണ് നമ്മൾ ഇത് പറഞ്ഞു കൊടുത്തിട്ട് പഠിപ്പിക്കുക. ഈ ഉച്ചാരണ വ്യത്യാസങ്ങൾ ഇപ്പം നമ്മൾ പറയുന്നതായ ഖര, അധിഖര, മൃദു, ഘോഷം, അനുനാസികം എന്നൊക്കെ ഒരു 1ാം ക്ലാസ് കുട്ടിക്കോ 2ാം ക്ലാസ് കുട്ടിക്കോ ഒന്നും പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവണമെന്നില്ല. അവർക്ക് അതിനനുസരിച്ച് ഉച്ചരിക്കാൻ സാധിക്കും എന്നുമില്ല. അപ്പം നമ്മൾ എന്താ പഠിപ്പിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഈ അക്ഷരങ്ങളും അതനുസരിച്ചിട്ട് നമ്മൾ പറയുമ്പോൾ ആ ഉച്ചാരണത്തിൽ വരുത്തേണ്ടതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുക.
പക്ഷെ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് അത് കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. പക്ഷേ ഒരു 3rd സ്റ്റാൻഡേർഡ് കുട്ടിക്ക് ഈ ഉച്ചാരണത്തിൻ്റെ വ്യത്യാസം നമ്മൾ നന്നായി മനസ്സിലാക്കി കൊടുക്കുകയും അതനുസരിച്ചിട്ടുള്ള ഒരു പ്രാക്ടീസ് കൊടുക്കുകയും അതനുസരിച്ചിട്ട് ഉച്ചരിക്കാൻ പഠിപ്പിക്കുകയും വേണം. അപ്പോഴാണ് മലയാളം സംസാരിക്കുമ്പോഴും നല്ല ഉച്ചാരണ ശുദ്ധിയോടുകൂടെ സ്പഷ്ടമായിട്ട് സ്ഫുടമായിട്ട് പറയാൻ പറ്റൂ. അതുപോലെ തന്നെ എഴുതുമ്പോൾ ഇവിടെ ഖരാക്ഷരത്തിൻ്റെയാണ് ഉച്ചാരണം, അതുകൊണ്ട് ഖരമാണ്, അല്ല ഇവിടെ അനുനാസികത്തിൻ്റെ ഉച്ചാരണമാണ്, അതുകൊണ്ട് ഇവിടെ അനുനാസികമാണ്, ഇത് രണ്ടും അല്ല മൃദുവിൻ്റെ ഉച്ചാരണമാണ്, അതുകൊണ്ട് ഇവിടെ മൃദുവാണ് എന്ന് കുട്ടിക്ക് മനസ്സിലാവുകയും ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇത് രണ്ടും കോറിലേറ്റഡ് ആണ്. അതായത് ഉച്ചാരണം നമ്മൾ പറയുന്നതും എഴുതുന്നതും. അപ്പോൾ ഇത് രണ്ടും കുട്ടി പഠിച്ചിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അത്രയുമാണ് ഇന്ന് ഉച്ചാരണത്തിൻ്റെ കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത ഉച്ചാരണം തന്നെ ആയിട്ട് കാണുന്നത് വരെ നന്ദി.